ശബ്ദാൽ വ്യോമതസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാൽ രൂപമതോ മഹോധജരസം തോയം ജഗന്ധം മഹിം. ഏവം മാധവ പൂർവപൂർവകലനാദ്യാദ്യാദ്യധർമാന്വിതം ഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശിയസ്താമസാൽ. ശബ്ദാൽ വ്യോമ, ശബ്ദം മാത്രം എന്തുണ്ടായി? വ്യോമ. വ്യോമ എന്ന് വെച്ചാൽ ആകാശം ഉത്ഭവിച്ചു. തസർജിത വിഭോ, അനന്തരം എന്തിനെ സൃഷ്ടിച്ചു? അല്ലയോ വിഭോ, സ്പർശം തതോ മാരുതം. വ്യോമ, ആകാശത്തിൽ നിന്ന് സ്പർശതന്മാത്ര ഉണ്ടായി. ആ സ്പർശതന്മാത്രയിൽ നിന്ന് തതോ മാരുതം, വായു ഉണ്ടായി എന്നവൻ. ശബ്ദതന്മാത്ര ആകാശം, ആകാശത്തിൽ നിന്ന് സ്പർശതന്മാത്ര, അതിൽ നിന്ന് വായു. വായു അതുവരെ എത്തിപ്പോ. ശബ്ദാൽ വ്യോമ തദസർജിത വിഭോ, അല്ലയോ വിഭോ, ആ ശബ്ദത്തിൽ നിന്ന് ആകാശത്തിനെ സൃഷ്ടിച്ചു. സ്പർശം തതോ മാരുതം, പിന്നെ സ്പർശതന്മാത്ര ഉണ്ടായി, അതിൽ നിന്നോ വായു ഉണ്ടായി. തസ്മാൽ രൂപം, അതോ അതിൽ നിന്ന് എന്തുണ്ടായി? രൂപതന്മാത്ര ഉണ്ടായി. തസ്മാൽ രൂപം അതോ മഹാ, ആ രൂപതന്മാത്രയിൽ നിന്ന് മഹാ തേജസ് ഉണ്ടായി. അധജരസം, അതിൽ നിന്ന് എന്തുണ്ടായി? രസതന്മാത്ര ഉണ്ടായി. തോയം ച, ആ രസതന്മാത്രയിൽ നിന്ന് തോയം, തോയം ചാൽ വെള്ളം, അതായത് ജലം, അപ്പ് ഉണ്ടായി. തോയം ച ഗന്ധം മഹിം, ആ തോയത്തിൽ നിന്ന് എന്തുണ്ടായി? ഗന്ധതന്മാത്ര, ആ ഗന്ധതന്മാത്രയിൽ നിന്ന് മഹീം, ഭൂമി ഉണ്ടായി. ഏവം മാധവ, 2 ശ്ലോകം കൊണ്ട് എത്ര വലിയ സൃഷ്ടി പ്രക്രിയയാണ് അദ്ദേഹം പറയുന്നത്. 2 വരി ശ്ലോകം കൊണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയേണ്ട ലാഘവം ശാസ്ത്രത്തിൻ്റെ. ഇങ്ങനെയാണ് ജനങ്ങളെ മനസ്സിലാക്കിക്കുന്നത്. വലിയ വലിയ കാര്യങ്ങൾ വലിയ വലിയകളോട് പറഞ്ഞിട്ടല്ല, അത് ചുരുക്കിയിട്ട് മനുഷ്യന് മനസ്സിലാവുന്ന വിധത്തിൽ ഏറ്റവും ലഘുവായിട്ട് മനസ്സിലാക്കാവുന്ന വിധത്തിലാണ് 2 വരി ശ്ലോകം കൊണ്ടാണ് പറയുന്നത് സൃഷ്ടി വികാസി. ശബ്ദാൽ വ്യോമതസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാൽ രൂപമതോ മഹോധജരസം തോയം ജഗന്ധം മഹിം. പിന്നെ ഏവം മാധവ, അല്ലയോ മാധവ, ഇപ്രകാരം പൂർവപൂർവകലനാദ്യാദ്യധർമാന്വിതം, പൂർവപൂർവകലനാൽ മുമ്പൊന്നും ഇങ്ങോട്ട് മറ്റേക്ക് ഉണ്ടാവുകയാണല്ലോ ചെയ്യുന്നത്. ശബ്ദത്തിന്ന് ആകാശം, ആകാശത്തുനിന്ന് സ്പർശം, സ്പർശത്തുനിന്ന് വായു, വായുവിന് രൂപം, രൂപത്തുനിന്ന് തേജസ്, തേജസ്സിന്ന് എന്താണ് രസം, രസത്തുനിന്ന് ജലം, ജലത്തിൽ നിന്ന് ഗന്ധം, ഗന്ധത്തിന് പൃഥ്വി, ഇങ്ങനെ വരുന്നു അവികാസക്രമം. പൂർവപൂർവകലനാൽ, മുമ്പത്തെ കൂടി ചേർന്നിട്ട്. ഒന്ന് മനസ്സിലാക്കണം, പൃഥ്വി ആകുമ്പോഴേക്ക് അതിൽ എന്തൊക്കെ ഗുണങ്ങൾ ഇരിക്കുന്നുണ്ട്? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. അതാണ് പൂർവപൂർവകലനാൽ, മുമ്പത്തെ ചേർന്നിട്ട് വരികയാണ്. ആദ്യ ധർമാന്വിതം, മുമ്പത്തെ ചെല്ലുമ്പോൾ ആദ്യമുള്ള ധർമ്മങ്ങൾ മുഴുവൻ അതിൽ വരുന്നുണ്ടെന്ന്. ആകാശത്തിനാവുമ്പോൾ ശബ്ദം, വായുവിനാവുമ്പോൾ സ്പർശവും ശബ്ദവും, തേജസ്സിനാവുമ്പോൾ രൂപവും സ്പർശവും ശബ്ദവും, ഇങ്ങനെ 3, പിന്നെ 4, പിന്നെ 5. അതിൽ പൃഥ്വി ആകുമ്പോഴേക്കും എല്ലാ 5 ഗുണങ്ങളും പൂർണ്ണമായിട്ട് വന്നു. മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് പൃഥ്വിയായിട്ടുള്ള വസ്തുവിനെ തൊടാനും സാധിക്കുന്നുണ്ട്, അതിനെ രുചിക്കാനും സാധിക്കുന്നുണ്ട്, അതിനെ കാണാനും സാധിക്കുന്നുണ്ട്, എന്നുള്ള ഗന്ധം അനുഭവിക്കാനും സാധിക്കുന്നുണ്ട്, അല്ലേ? 5 ഭൂതങ്ങളുടെയും ഗുണം അതിൽ കിടക്കുന്നുണ്ട് എന്നർത്ഥം. പക്ഷെ പൃഥ്വിയുടെ ഗുണം എന്താണ് തനിച്ചുള്ളത്? ഗന്ധപതി പൃഥ്വി. ഇങ്ങനെയാണ്. ഇതൊന്ന് മനസ്സിലാക്കാനാണ്. ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ മനസ്സിലാവും. മറ്റേത് എന്തൊക്കെയോ പറയുന്നത്, കുറെ രസം പറയുന്നുണ്ട്, കുറെ രൂപം പറയുന്നുണ്ട്, സ്പർശം പറയുന്നുണ്ട്, ഗന്ധം പറയുന്നുണ്ട്, പഞ്ചഭൂതം പറയുന്നുണ്ട്, ഇന്ദ്രിയങ്ങൾ പറയുന്നുണ്ട്, മഹത്വം, അവ്യക്തം, ഒന്നൊരു പിടികിട്ടില്ല. അത് എത്ര തവണ കേട്ടാലും പിടികിട്ടില്ല. ഇതൊന്നും മനസ്സിൽ നമ്മൾ
ഉറപ്പിച്ച് ധരിച്ച് വയ്ക്കുക ഈ സൃഷ്ടി വികാസക്രമം. എന്നാൽ ഏത് ശാസ്ത്രത്തിൻ്റെയും അതിനെ പറയുമ്പോൾ ഒരു പിടികിട്ടും എന്നുള്ളതാണ്. ഇത് സാഖ്യമതപ്രകാരമുള്ള വിവരണമാണ്. സാഖ്യമതപ്രകാരമുള്ള വിവരണം വെച്ചാൽ അങ്ങനെയല്ല, എല്ലാ മതത്തിലും ഈ സൃഷ്ടിക്ക് തന്നെയാണ് വിവരണം. പക്ഷെ സാഖ്യമാണ് അതിനെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നത് എന്നേ. ഏവം മാധവ പൂർവപൂർവകലനാ ആദ്യധർമാന്വിതം, മുമ്പ് ഉണ്ടായതിന്റെ സംബന്ധം ഹേതുവായിട്ട് ആദ്യധർമ്മങ്ങളോട് കൂടിയിട്ടുള്ളതായി പിന്നെ വരുന്നത്. മനസ്സിലായോ പറഞ്ഞേ? ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാൽ. അങ്ങയുടെ താമസികമാകുന്ന അഹങ്കാരത്തിൽ നിന്ന് ഈ ഭൂതഗ്രാമങ്ങളെ, പഞ്ചഭൂതങ്ങളെ, ഗ്രാമം ചെന്ന സമൂഹം, ഭൂത സമൂഹങ്ങളെ ത്വമേവ ഭഗവൻ പ്രാകാശ, അങ്ങ് തന്നെയല്ലേ ഭഗവാനെ ഇതൊക്കെ പ്രകാശിപ്പിച്ചത്. എങ്ങനെ? താമസാൽ, അങ്ങയുടെ താമസമായിരിക്കുന്ന പ്രകൃതിയിൽ നിന്ന് അങ്ങ് ഇതിനെല്ലാം പ്രകാശിപ്പിച്ചില്ലേ, അങ്ങല്ലേ പ്രകാശിപ്പിച്ചതെന്ന് പറയുന്നു. അപ്പൊ ഈ ക്രമത്തിലാണ്. അപ്പൊ സാത്യം ആയി ദേവതകള്, അന്ധക്കരണങ്ങള്, രാജസമായി ദശേന്ദ്രിയങ്ങള്, താമസമായി തന്മാത്രകളും പഞ്ചഭൂതങ്ങളും. ഇങ്ങനെയാണ് എന്ത് ഭഗവാന്റെ വിരാട് സ്വരൂപം വികസിച്ചു വന്നത്. ആ ഭഗവാന്റെ വിരാട് സ്വരൂപം വികസിച്ചു വന്നത് തന്നെയല്ലേ ഈ പ്രപഞ്ചം. അപ്പൊ ഭഗവാന്റെ രൂപം എന്താണ്? ഭഗവാൻ രൂപിയാണ്. ഭഗവാന്റെ രൂപം എന്താണ്? എന്തൊക്കെ രൂപങ്ങളുണ്ടോ അതെല്ലാം ഭഗവാന്റെ രൂപങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ രൂപിയാണ്. മനസ്സിന്റെ രൂപം എന്താണ്? മനസ്സ് കിണ്ടി പോലെയാണ്. എന്താ, നമ്മൾ കിണ്ടിയെ പറ്റി വിചാരിക്കും മനസ്സ് കിണ്ടി പോലെയാണ്. ഇപ്പോഴോ മനസ്സ് ചെകുത്താനെ പോലെയാണ്. കാരണം നമ്മൾ ചെകുത്താനെ പറ്റി വിചാരിക്കും മനസ്സ് ചെകുത്താനെ പോലെയാണ്. മനസ്സിന്റെ രൂപം എന്താ? മനസ്സിനങ്ങനെ പ്രത്യേകിച്ച് രൂപമില്ല. എന്നാലും മനസ്സിന് രൂപമില്ലേ? ഏത് കിണ്ടിയും ഏത് ചെകുത്താനും മനസ്സ് തന്നെയാണെന്ന് അർത്ഥം. അപ്പൊ ഈ അരൂപിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാ രൂപങ്ങളും അതിൻ്റെതാണ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ജീവാത്മാവായിരിക്കുന്ന ഓരോരോ രൂപങ്ങളും എന്താണ്? ആ ഭഗവാന്റെ രൂപങ്ങൾ തന്നെയാണ്. എന്നിൽ ഭഗവാൻ ഇരിക്കുന്നു എന്നല്ല, ഭഗവാന്റെ അംശമായ ഞാൻ സ്വീകരിച്ചതായി ശരീരം ഭഗവാന്റെ വിരാട് സ്വരൂപമാണ്. അപ്പോൾ ഒരു സമാന ബുദ്ധിയല്ലേ നമുക്ക് എല്ലാ വിഷയങ്ങളിലും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ആത്മവൽ സതതം പശ്യേൽ കീടപിപീലിക്കും. അവനോനെ പോലെ കാണണം കീടപിപീലിങ്ങളെ കൂടി, അതിനെ കൂടി ഉപദ്രവിക്കരുത്. അതെല്ലാം എന്നെ പോലെ തന്നെയാണ്. ആ കീടം, ആ പിപീലിക, എറുമ്പും വിചാരിക്കുന്നത് അതിനെക്കുറിച്ച് അല്ലേ? ഞാൻ എന്നെ വിചാരിക്കുന്ന പോലെ ആ അഹംബുദ്ധി, എനിക്കുള്ള അഹംബുദ്ധി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇല്ലേ? അതുപോലെ മറ്റ് ജീവജാലങ്ങൾക്കില്ലേ? കൃമികീടങ്ങൾക്കില്ലേ? അതെല്ലാം ഇരിക്കുന്നതായിട്ടുള്ള ശക്തിയോ അതെല്ലാം ഇരിക്കുന്നതായിട്ടുള്ള ഈശ്വരഭാവമോ ഒന്നാണ് അല്ലേ? പിന്നെ എങ്ങനെയാണ് നമ്മളതിനെ ഉപദ്രവിക്കുക? അപ്പൊ അവനവനെ ഉപദ്രവിക്കുന്ന പോലെയല്ലേ? ഞാൻ എന്നെ തന്നെ അടിച്ചാൽ ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവാൻ പ്രാകാശയത് താമസാൽ തസ്മാൽ ഏതസ്മാൽ ആത്മന ആകാശസംഭൂത ആകാശാൽ വായു വായോരഗ്നി അഗ്നേരാവ അഭ്യപൃഥ്വി. ഈ വികാസക്രമത്തിനെ തൈത്തരീയോപനിഷത്തിൽ ചുരുക്കി പറയുകയാണ്. എങ്ങനെയാണ് ഈ വികാസക്രമം? തസ്മാദ്വാ ഏതസ്മാൽ ആത്മന ആകാശസംഭൂത. അങ്ങനെയല്ലേ? അത് ഹേതുവായിട്ട് ഈ ആത്മാവിൽ നിന്ന് ആദ്യമായിട്ട് എന്തുണ്ടായി? ആകാശസംഭൂത, ആകാശമുണ്ടായി. ഒരു വ്യക്തിയുടെയും സൃഷ്ടിയിൽ, ഒരു ജീവന്റെ സൃഷ്ടിയിലും ഇങ്ങനെ തന്നെയാണ് വികാസം. ഒരു ഗർഭത്തിലൊരു കുട്ടി വരുമ്പോൾ എങ്ങനെയാണെന്ന് പറയുന്നത്? ജീവൻ, സത്വം അതിൻ്റെ സ്വകർമ്മക്ലേശ ചോദിത. ആ ജീവന്റെ കർമ്മം, ആ ജീവന്റെ ക്ലേശങ്ങൾ, ആ ജീവന്റെ സ്വഭാവം, അതിൻ്റെ വാസനകൾക്കനുസരിച്ച് ഒരു അമ്മയുടെ
ഉദരത്തിൽ പോയി പ്രവേശിക്കുകയാണ്. ആ അമ്മനെ എടുക്കാൻ എന്താണ് കാരണം? വേറെ എത്ര അമ്മമാരുണ്ട്, ഇതിൽ തന്നെ പോയി വിടണോ? എന്താണ് കാരണം? ആ ബന്ധത്തെ സൂചിപ്പിക്കുന്നത്. ആ അമ്മയും ആ കുട്ടിയും കൂടിയിട്ടുള്ള ആ ബന്ധം, ആ ജീവനും ഈ ജീവനും തമ്മിലുള്ള ബന്ധമാണത്. അങ്ങനെ സ്വകർമ്മക്ലേശചോദിതനായിട്ട് ഗർഭസമ്പദ്യതയെ, ഗർഭത്തെ പ്രാപിക്കുന്നു. എന്നിട്ട് ആ ഗർഭത്തിൽ പ്രാപിക്കുമ്പോൾ എന്താണ് അവൾ വരുന്നത്? ആ ജീവാത്മാവിന്റെ അംശമാണ്. ആ ജീവാത്മാവാണ്, പരമാത്മാവിന്റെ അംശമായിരിക്കുന്ന ജീവാത്മാവാണ് ഈ ജീവൻ. ആ ജീവൻ ശരീരം പിന്നെടുക്കുന്നത് ഇവിടെ വന്നിട്ടാ, ഗർഭത്തിൽ വന്നിട്ടാ. അത് ഏത് യോനിയിലാണോ പതിക്കുന്നത് അതിനെ അനുസരിച്ചിട്ടുള്ള ശരീരമാണ് എടുക്കുന്നത്. മനുഷ്യ യോനിയിലാവുമ്പോൾ മനുഷ്യാകാരമായിട്ടും, പശുവിലാവുമ്പോൾ പശുവിൻ്റെ ആകാരമായിട്ടും, പക്ഷിമൃഗാദികളിലാവുമ്പോൾ അതിൻ്റെ ആകാരമായിട്ടും പിന്നെ അത് വികസിച്ചു വരികയാണ്. ആ വികസിച്ചു വരുന്ന ഓരോന്നും പഞ്ചഭൂതാത്മകമാണ്. മനുഷ്യനായാലും പഞ്ചഭൂതാത്മകമാണ്, പക്ഷിയായാലും പഞ്ചഭൂതാത്മകമാണ്, അല്ലേ? എന്തായാലും പഞ്ചഭൂതാത്മകം. അതിൻ്റെ സ്വഭാവം, അതിൻ്റെ രൂപം, അതിൻ്റെ ആകൃതി ഇതെല്ലാം യോനികൾക്കനുസരിച്ച് വ്യത്യസ്തമാണ്. അപ്പൊ ഈ പ്രപഞ്ച സൃഷ്ടി പോലെയല്ലേ മനുഷ്യ സൃഷ്ടി. ഓരോരോ ഗർഭത്തിൽ ഓരോരോ മാസവും അതിന് വരുന്ന മാറ്റങ്ങൾ നോക്കുമ്പോൾ 9-ാം മാസം 8 മാസം കഴിയുന്നതോട് കൂടിയിട്ടാണ് പൃഥിവി എന്നുള്ള അംശം പൂർണ്ണമായിട്ട് വികസിച്ചൊരു കുട്ടിയുടെ രൂപത്തിലാവുന്നത്. ആദ്യം അതെന്തായി? കലങ്ങി കലലമായിരിക്കും. കോഴിമുട്ട കുടിക്കുക എങ്ങനെയാ? ആ വെള്ളയും മഞ്ഞൊക്കെ കൂടി ഒന്നാവില്ലേ? അതുപോലെയാണ് ഗർഭത്തിന്റെ ആദ്യത്തിൽ കലലമായിരിക്കുന്ന അവൻ. പിന്നെ അത് ക്രമേണ ഘനീഭവിച്ച് കുറച്ച് അംഗങ്ങളായിട്ട് ഓരോരോ സമയത്ത് ഓരോരോ മാസത്തിൽ വന്ന് അയിലാസ്ഥി, മജ്ജ, മേധസ് എല്ലാം വന്ന് 8 മാസം കഴിയുമ്പോൾ ഒരു കുട്ടിയുടെ രൂപത്തിലായി. 9-ാം മാസത്തിൽ അത് വളർന്ന് പ്രസവിക്കേണ്ട ഭാഗമാണ്. അപ്പൊ ഈ വിരാട് സ്വരൂപത്തിന്റെ വികാസക്രമം തന്നെയല്ലേ ഒരു ജീവാത്മാവിന്റെ വികാസക്രമം ഗർഭത്തില്? ഏതാ വ്യത്യാസമുള്ളതെന്ന്? പ്രാപഞ്ചിക തത്വം തന്നെയാണ് വ്യക്തിയുള്ള തത്വം. സമഷ്ടിയിൽ എന്തുണ്ടോ അത് തന്നെയാണ് വ്യഷ്ടിയിൽ. ഇതെല്ലാ ദിക്കിലും ഘടിപ്പിച്ച് പറയണാണേ. അപ്പോഴാണ് ഈശ്വരന്റെ മഹത്വം നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ഓരോന്നോരോന്ന് വേറെ കാണുന്നതിന് പകരം കണ്ടതെല്ലാം എല്ലാറ്റിലും ഘടിപ്പിക്കാൻ നോക്കുക. ആ ഘടിപ്പിച്ച് മനസ്സിലാക്കലാണ് ജ്ഞാനം, അറിവ് എന്ന് പറയുന്നത്. ആ അറിവ് ഒരു ബോധമാണ്, റിയലൈസേഷൻ. അതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ ആദ്യം നമ്മൾ ഗ്രഹിക്കുന്നു, പിന്നെ നമ്മളതിനെ റിയലൈസ് ചെയ്യുന്നു. അപ്പോ ശബ്ദാൽ വ്യോമതസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാൽ രൂപമതോ മഹോധജരസം തോയം ജഗന്ധം മഹിം ഏവം മാധവ പൂർവപൂർവകലനാദ്യാദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാൽ